എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ബുധഗ്രഹത്തിൻ്റെ ജന്മരഹസ്യം എന്താണ്? ബുധഗ്രഹം നമ്മുടെ രാശിചക്രത്തിൽ ഹാനികരമായി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നവഗ്രഹങ്ങളിൽ ഒന്നാണ് ബുധഗ്രഹം, അതായത് നമ്മൾ മെർക്കുറി എന്ന് വിളിക്കുന്ന ഗ്രഹം. ഒരു ജാതകത്തിലെ ബുധഗ്രഹത്തിന്റെ ചലനം ഹിന്ദു ജ്യോതിഷത്തിൽ വളരെ പ്രധാനമാണ്. ബുധന്റെ ജനനകഥയ്ക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. കാരണം മോശം ദാമ്പത്യത്തിൽ നിന്ന് മാറാനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഈ കഥയിൽ കൂടി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ബൃഹസ്പതി മുനിയുടെയും താരയുടെയും മകനാണ് ബുധൻ. ബൃഹസ്പതി മുനി ദേവന്മാരുടെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിന് ആചാരങ്ങളിലും പഠനങ്ങളിലും മാത്രമായിരുന്നു താല്പര്യം. മഹർഷി ഒരിക്കലും താരയോട് താല്പര്യം കാണിച്ചില്ല. നിരാശയായ താര താമസിയാതെ ചന്ദ്രനുമായി പ്രണയത്തിലാവുകയും ഭർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ദേവരാജാവായ ഇന്ദ്രൻ ഒരിക്കൽ അസുരന്മാരെ നേരിടാൻ ശക്തരാകാൻ വേണ്ടി ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു. ബൃഹസ്പതി ഈ അവസരം ഉപയോഗിക്കുകയും തൻ്റെ ഭാര്യയുടെ അരികിലിരുന്ന് മാത്രമേ യജ്ഞം ചെയ്യൂ എന്ന് പറയുകയും ചെയ്തു. ദേവന്മാർ ഈ വിഷയത്തിൽ ഭിന്നിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രം ആവശ്യമുള്ള ഒരു ഭർത്താവിലേക്ക് താരമടങ്ങുന്നതിൽ ചിലർ ഒരു കാരണവും കണ്ടില്ല. താരയെ ജീവനായി വിലമതിക്കുന്ന ചന്ദ്രഭഗവാനോടൊപ്പം നിൽക്കണമെന്നും അവർ വാദിച്ചു. എന്നാൽ ദേവന്മാർക്ക് യജ്ഞം നടത്തിയേ മതിയാകൂ. അതിനാൽ താര ബൃഹസ്പതിയിലേക്ക് മടങ്ങണമെന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു. മനസ്സില്ലാ മനസ്സോടെ താര തിരിച്ചെത്തി. യജ്ഞം വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ താമസിയാതെ താര ഗർഭിണിയാണെന്ന് കണ്ടെത്തി. ചന്ദ്രനും ബൃഹസ്പതിയും പിതാവാണെന്ന് അവകാശപ്പെട്ടു. താര ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ തർക്കം രൂക്ഷമായപ്പോൾ ഗർഭസ്ഥ ശിശു നിലവിളിച്ചു. തൻ്റെ പിതാവ് ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ ആവശ്യം. അവിടെ കൂടിയിരുന്നവരെല്ലാം കുട്ടിയുടെ ആഗ്രഹം കണ്ട് ഈ ചോദ്യം കേട്ട് അമ്പരന്നു. അവൻ ബുധനായിരിക്കാം എന്ന് ദേവന്മാർ പ്രഖ്യാപിച്ചു. അതായത് ബുദ്ധിയെ ഭരിക്കുന്ന നാഥൻ. ബുധൻ ചന്ദ്രന്റെ മകനാണെന്ന് താര അംഗീകരിച്ചു. ബൃഹസ്പതി മഹർഷിക്ക് ഈ സംഭവങ്ങൾ സഹിക്കാനായില്ല. ചന്ദ്രന്റെ ജനനം ആണോ പെണ്ണോ അല്ല, മറിച്ച് ഒരു വന്ധ്യലിംഗമായിരിക്കുമെന്ന് അദ്ദേഹം ശപിച്ചു. ഈ സംഭവം കണ്ട ഇന്ദ്രൻ ബൃഹസ്പതി മഹർഷിയെ പരിഹസിക്കുകയും ബുധൻ മുനിയുടെ പുത്രനായി അറിയപ്പെടുമെന്ന് പറയുകയും ചെയ്തു. ആര് ജനിച്ചാലും ആ കുട്ടി ഭർത്താവിൻ്റെ മകനായി അറിയപ്പെടുമെന്ന് അന്നു മുതൽ ഒരു തീരുമാനമായി. എന്നിരുന്നാലും ബുധൻ വളരെ സുന്ദരനും മൂർച്ചയുള്ളവനും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാൻ കഴിവുള്ളവനും ബുദ്ധിമാനുമായിരുന്നു. ഗുരു അവനെ സ്വന്തം മകനായി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും എല്ലാ ശാസ്ത്രങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു. ബുധൻ അല്പസമയത്തിനുള്ളിൽ ഇതെല്ലാം തന്നെ ആഗിരണം ചെയ്തു. വേദജ്യോതിഷത്തിൽ ബുധൻ ചന്ദ്രനെ തൻ്റെ ശത്രുവായി കണക്കാക്കുന്നു. ചന്ദ്രനാകട്ടെ ബുധനെ ഒരു സുഹൃത്തായും കണക്കാക്കുന്നു. ബുധൻ സോമേയ, രോഹിണയ എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്നു. മതഗ്രന്ഥങ്ങളിൽ ബുധനെ മഞ്ഞയും പച്ചയും നിറമുള്ളതായി വിവരിച്ചിട്ടുണ്ട്. ബുധൻ മഞ്ഞപ്പൂക്കളാൽ മനോഹരമായ ഒരു മാല ധരിക്കുന്നു. ബുധൻ ചതുർഭുജ രൂപത്തിൽ, അതായത് 4 കൈകളോടെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ 4 ഭുജങ്ങളും യഥാക്രമം വാൾ, പരിച, ഗദ, വരമുദ്ര എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു എന്നും പറയപ്പെടുന്നു. ബുധന്റെ മറ്റൊരു രൂപത്തിൽ ചെങ്കോലും താമരയും പിടിച്ച് പറക്കുന്ന സിംഹങ്ങൾ വലിക്കുന്ന രഥത്തിൽ സഞ്ചരിക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. മത്സ്യപുരാണം അനുസരിച്ച് ബുധന്റെ നിറം മഞ്ഞ നിറമാണ്. ബുധൻ വെളുത്ത പ്രകാശത്താൽ തിളങ്ങുന്ന രഥത്തിൽ കയറുന്നു. ശ്വേത, പിസംഗ, സാരംഗ, നീല, പീത, വിലോഹിത, കൃഷ്ണ, ഹരിത, പൃഷ, പൃഷ്ണി എന്നീ പേരുള്ള കുതിരകൾ ബുധന്റെ ദിവ്യരഥത്തെ വായുവേഗതയിൽ വലിക്കുന്നു. വൈദിക ജ്യോതിഷം അനുസരിച്ച് 9 ഗ്രഹങ്ങളിൽ കിരീടാവകാശി എന്ന പദവി ബുധനാണ്. ബുധന്റെ ശുഭഫലങ്ങൾ പ്രകാരം ഒരു വ്യക്തി വിദഗ്ധനായ പ്രഭാഷകൻ, എഴുത്തുകാരൻ, തത്വചിന്തകൻ, അധ്യാപകൻ, ആക്ഷേപഹാസ്യം, വാണിജ്യം, ഗണിതശാസ്ത്രം എന്നിവയിൽ പ്രാവീണ്യം നേടുന്നു. ബുധന്റെ അനുഗ്രഹം കാരണം ആ വ്യക്തി ടെലികമ്മ്യൂണിക്കേഷൻ,
ഫാഷൻ, ടൂറിസം, സേവനം, ഹാസ്യനടന്റെ ജോലി എന്നിവയിലേക്കും ചായാം. അല്ലെങ്കിൽ ഈ കലകളിൽ വിദഗ്ധനായിരിക്കും. ജ്യോതിഷത്തിൽ ബുധനെ ശുഭഗ്രഹമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ജാതകത്തിലെ ഏതെങ്കിലും അശുഭ ഗ്രഹങ്ങളുടെ സംയോജനം മൂലം അത് ദോഷകരമായെന്ന് തെളിയിക്കാനും കഴിയും. വ്യക്തിയുടെ ജനന ചാർട്ടിൽ ബുധൻ അശുഭ സ്ഥാനത്ത് ആണെങ്കിൽ അയാൾക്ക് ഓർമ്മക്കുറവ്, ആശയക്കുഴപ്പം, യുക്തിരാഹിത്യം, നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ നേരിടേണ്ടി വരും. ബുധന്റെ മഹാദശ 17 വർഷം നീണ്ടു നിൽക്കും. ബുധൻ കന്നി രാശിയിൽ അത്യുന്നതനും മീനം രാശിയിൽ ഏറ്റവും താഴ്ന്ന ഗ്രഹവുമായി മാറുന്നു. ബുധൻ സൂര്യനോടും ശുക്രനോടും മിത്രവും ചന്ദ്രനുമായി ശത്രുതയും മറ്റു ഗ്രഹങ്ങളോട് പൊതുവെ ഗുണകരവുമാണ്. വേദജ്യോതിഷത്തിൽ ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളെ ഭരിക്കുകയും ചെയ്യുന്നു. ഇവർ ദയാലുക്കളായാണ് കാണപ്പെടുന്നത്. ചടുലമായ മനസ്സും ഓർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിച്ചള, മരതകം, പച്ചനിറം എന്നിവ ബുധന് വളരെ പ്രിയപ്പെട്ടതാണ്. ബുധൻ വടക്ക് ദിശ, ശരത്കാലം, ഭൂമി, മൂലകം എന്നിവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാഭാരതത്തിൽ കാണപ്പെടുന്ന വിവരണമനുസരിച്ച് ബുധന്റെ അറിവിലും ജ്ഞാനത്തിലും ആകൃഷ്ടനായ മനു മഹാരാജാവ് തന്റെ പുത്രിയായ ഇളയെ കഴിപ്പിച്ചു. ഭാവിയിൽ ചന്ദ്രവംശം വിപുലീകരിച്ച പുരൂരവ മഹാരാജ